ജയസൂര്യക്കെതിരെ നടി മിനു മുനീർ എന്ന സ്ത്രീ രംഗത്ത് വന്നിരിക്കുന്നു. ജയസൂര്യ തന്നെ ചുംബിച്ചെന്നും കെട്ടിപ്പിടിച്ചുവെന്നുമൊക്കെ അവരിപ്പം പരാതി പറഞ്ഞിരിക്കുകയാണ്. ബാലേന്ദ്രമേനോൻ്റെ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന ഒരു സിനിമയിൽ അഭിനയിക്കാനാണ് അവർ തിരുവനന്തപുരത്ത് വന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ആയിരുന്നു ഭൂരിപക്ഷം ഷൂട്ടിങ്. സെക്രട്ടേറിയറ്റിന് അന്നത്തെ കാലത്തും അന്ന് അവിടെ ഷൂട്ട് ചെയ്യാനുള്ള അനുമതി കൊടുക്കുമായിരുന്നു. സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന സമയം തന്നെ. ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയിൽ ജയസൂര്യ ഉണ്ടായിരുന്നു, മിനു മുനീർ ഉണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിലെ പല സ്ഥലങ്ങളിൽ വെച്ച് ഷൂട്ടിംഗ് നടന്നു. സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തും സെക്രട്ടേറിയറ്റിനകത്തും ഒക്കെ ഷൂട്ടിംഗ് നടന്നു. ആ സമയത്ത് അവര് സാരി മാറി ഉടുക്കാനായിട്ട് അവരൊരു പ്രത്യേക മുറിയിൽ അവിടെ കയറി ചെന്നപ്പം അവിടേക്ക് സാരി അവർ ഉടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ജയസൂര്യ വന്ന് പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. ആ സിനിമയിലെ ജയസൂര്യ അഭിനയിക്കുന്നുണ്ടല്ലോ. അങ്ങനെ സൗകര്യം കിട്ടിയ സന്ദർഭത്തിൽ ജയസൂര്യ പിന്നിൽ വന്ന് കെട്ടിപ്പിടിച്ചു, അവരുടെ കഴുത്തിൽ ചുംബിച്ചു എന്ന് പറഞ്ഞു. അവർ കുതറി മാറി. അവരോട് ജയസൂര്യ പറഞ്ഞു, തിരുവനന്തപുരത്ത് സ്വന്തമായിട്ട് തനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ വാ, നമുക്കവിടെ അങ്ങോട്ട് പോകാം, നിങ്ങൾക്ക് സിനിമയിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്താം, ഞാൻ നിങ്ങളെ സഹായിക്കാം, അതുകൊണ്ട് എൻ്റെ ഒപ്പം വരണം. പല പ്രാവശ്യം അദ്ദേഹം വിളിച്ചു ഈ സംഭവത്തിന് ശേഷം. ഇത് അവരിപ്പോൾ അത് തുറന്ന് പറയുകയും ചെയ്തു. അവർക്കുണ്ടായ തിക്ത അനുഭവമാണ് സിനിമാ രംഗത്ത് നിന്ന്. അതിനുശേഷം ഇവർ 3-4 സിനിമ അഭിനയിച്ചു കഴിഞ്ഞപ്പം ഇടവേള ബാബുവിനെ ഇവർ വിളിച്ചു അമ്മയിൽ അംഗത്വം എടുക്കാൻ. ഇപ്പോൾ അമ്മയിൽ അംഗത്വം എടുക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് അറിയുന്നത്. അന്ന് അത്ര പണം വേണ്ട. അന്നൊരു കണ്ടീഷൻ, 3 സിനിമയിൽ അഭിനയിച്ചാൽ അമ്മയുടെ അംഗത്വം നിങ്ങൾക്ക് ലഭിക്കും. ഇവർ ഇടവേള ബാബുവിനെ വിളിച്ചു, അംഗത്വം വേണം, 3 കൂടുതൽ സിനിമ അഭിനയിച്ചിട്ടുണ്ട്, ശരി നിങ്ങൾ എറണാകുളത്ത് വാ, അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ വരാൻ പറഞ്ഞു. സതുദ്ദേശത്തോടെയാണ് ഇവർ ഫ്ലാറ്റിലേക്ക് ചെന്നത്. ഫോം ഫില്ലപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഇടവേള ബാബു ഫോം കൊടുത്തു. അത് അവർ ഫില്ലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പിന്നിക്കൂടെ വന്ന് ഇവരെ കഴുത്തിൽ ചുംബിച്ചു എന്നാണ്. ഇവർ ഞെട്ടിത്തെറിച്ചു പോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പ്രകടനം. അതോടുകൂടി അവർ അത് ഫില്ലപ്പ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി തൻ്റെ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് പിന്നീട് അമ്മയിൽ അംഗത്വവും കിട്ടിയില്ല. കാരണം എലിജിബിൾ ആയിരുന്നു അവർ. അത് ദുരുദ്ദേശത്തോടെയാണ് ഇടവേള ബാബു അവരോട് സമീപിച്ചത്. അത് കൊണ്ട് തന്നെ അവർക്ക് ഈ അമ്മയിൽ അംഗത്വം ലഭിക്കാതെ പോയി. അയാൾ ഇരുന്ന കാലഘട്ടത്തിലൊന്നും അംഗത്വം ഇവർ ഫില്ലപ്പ് ചെയ്ത് ഫോം കൊടുത്തിരുന്നെങ്കിലും അവർക്ക് അംഗത്വം ലഭിച്ചില്ല. കാരണം വഴങ്ങിയില്ല. അത് സിനിമയിലെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടല്ലോ, അതിന് വിധേയമാകുന്നവർക്ക് മാത്രമേ അതിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ആ സ്ത്രീയെപ്പറ്റി നിങ്ങൾ എന്ത് വിചാരിച്ചാലും ശരി, അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റം ജയസൂര്യയുടെ ഭാഗത്തു നിന്നും ഇടവേള ബാബുവിൽ നിന്ന് ലഭിച്ചു. അത് അവരിപ്പം ഹേമ കമ്മിറ്റി മുമ്പാകെ ആ വിവരം പറഞ്ഞു. ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ പോയി പറയാൻ കാരണം ഇവർക്ക് മറ്റു ദൂഷ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ദിലീപിന്റെ കേസ് നമുക്കറിയാം. ദിലീപിന്റെ കേസ് ചില കാര്യങ്ങൾ പറഞ്ഞത് അതിജീവിതയ്ക്കുണ്ടായ അനുഭവം. അതിനുശേഷം ആരും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരിക്കലും അധികാര സ്ഥലത്ത് എങ്ങും പോയി പറയാൻ അവർ തയ്യാറാകില്ല. ഒന്നെങ്കിൽ സിനിമാ രംഗത്ത് നിന്ന് പിന്മാറുക, അല്ലെങ്കിൽ ഇത് സഹിച്ച് അങ്ങനെയുള്ളവരുടെ അടുത്ത് ഷൂട്ടിങ്ങിന് പോകാതിരിക്കുക. ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ അവർ സ്വയം നടത്തി അതിൽ നിന്ന് ഒഴിവാകുക. നല്ല സംവിധായകരും നല്ല നടന്മാരുടെ ഇടയ്ക്ക് ഉള്ള അഭിനയത്തിന് മാത്രം പോകുക. തീർച്ചയായിട്ടും വരുമാനം നിൽക്കും. ഇങ്ങനെ സഹകരിച്ചില്ലെങ്കിൽ പല സിനിമയിൽ നിന്ന് അവർ ഔട്ടാവും. ക്രമേണ വേറെ ജീവിതമാർഗങ്ങൾ അവർക്ക് നോക്കേണ്ടിയും വരും.
കഴിവുള്ളവർക്ക് പലർക്കും ഇതുപോലുള്ള മ്ലേച്ഛമായ അനുഭവങ്ങൾ സിനിമാ രംഗത്ത് നിന്ന് വന്നതുകൊണ്ട് പലരും ഈ രംഗം വിട്ടു. ആദ്യം 1, 2, 3 പ്രാവശ്യം തല കാണിച്ചിട്ട് അവർ മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടത്. ഏതായാലും ജയസൂര്യക്കെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇടവേള ബാബുവും അതുപോലെ തന്നെ അവരുടെ കൂടെയുള്ള 4-5 പേർക്കും എതിരായിട്ട് ആരോപണം വന്നു കഴിഞ്ഞു. ഇതിനെല്ലാം ക്രിമിനൽ കേസുകൾ എടുക്കും പുതിയ അന്വേഷണ ടീമുകൾ. കേസ് FIR ആയി കഴിഞ്ഞാൽ അത് കോഗ്നിസബിൾ ഒഫൻസ് ആവും. അതിൻ്റെ വകുപ്പ് ചേരുന്നതനുസരിച്ച് കാര്യങ്ങൾ മാറും. പലരും അറസ്റ്റിലേക്ക് നീങ്ങേണ്ടി വരും. അതുകൊണ്ട് ഈ സിനിമ ഇന്നത്തെ അമ്മയുടെയും ഇന്നത്തെ മലയാള സിനിമയുടെ ഇതുവരെ ഈ രീതിയിൽ പ്രവർത്തിച്ചവരെല്ലാം ഔട്ടാവും. അവർക്കൊന്നും മലയാള സിനിമയിൽ സ്ഥാനമില്ല. പലരും ഉന്നത നടന്മാർ പലരും കേരളം വിട്ടു പോകും. മറ്റെവിടെയെങ്കിലും പോയി മറ്റ് സംസ്ഥാനത്തോ വിദേശത്തോ പോയി താമസിക്കും. അവരാരും മലയാള സിനിമയിൽ ഇനി തിരിച്ചു വരില്ല. അതിന് യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. മലയാള സിനിമ വീണ്ടും വീണ്ടും പുതിയ താരങ്ങളും പുതിയ പ്രൊഡ്യൂസർമാരും സംവിധായകരും ഒക്കെ ആയിട്ട് വരും. പരിക്കേൽക്കാതെ നിൽക്കുന്ന കഴിവുള്ള ചെറുപ്പക്കാരായ വളരെയധികം നടന്മാർ മലയാളത്തിലുണ്ട്. പൃഥ്വിരാജിൽ നിന്ന് ഉൾപ്പെടെ താഴോട്ടുള്ളവർ ധാരാളം പേരുണ്ട്. അവരൊക്കെ നിലനിൽക്കും. അത് തന്നെ അവരൊക്കെ അമ്മയുടെ സംഘടന ഇനി രൂപീകരിക്കുന്നെങ്കിൽ അതിൻ്റെ ഭാരവാഹിത്വത്തിലേക്ക് വരും. അമ്മയുടെ കീ പോസ്റ്റുകളിൽ മലയാളത്തിലെ നടിമാരുണ്ടാവും. അതുകൊണ്ട് ഇനി കുറേയൊക്കെ ഈ രംഗത്ത് അവർക്ക് പിടിച്ചു നിൽക്കാനും കുറച്ച് സുരക്ഷിതത്തോടു കൂടി ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാനും അവർക്കൊക്കെ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ജയസൂര്യക്കും ഇടവേള ബാബുവിനും എതിരായി കേസ് വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി.